വണക്കം മണ്ണേ. സലിം തിയേറ്റർ, ആറ്റിങ്ങൽ വാസു തിയേറ്റർ, വർക്കല വാസു, ചിറയൻകീഴ് കദിജ. സത്യം പറയണ്ടേ, ചിറയൻകീഴ് കദിജ തിയേറ്ററിൽ വെച്ചല്ലേ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അവിടെ സ്പെഷ്യൽ ഷോ ഉണ്ടായിരിക്കും, നൂൺ ഷോ. അത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഉണ്ണി അവിടെ പോകാറുള്ളത്. അന്ന് എന്നെ കുറിച്ച് അപവാദങ്ങളുണ്ടല്ലേ? അല്ല, അന്നേ ഞാൻ അപവാദം പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. ആളുകൾ അസൂയക്കാർ പലതും പറയില്ല, അതിലൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞ ആയൂർന്നോ മറ്റോ വരുന്ന ഒരു പെൺകുട്ടി എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ ഇവള് വരുന്നത് പറയട്ടെ, ഈ പെൺകുട്ടികൾക്കെല്ലാം നമ്മൾ അറിയാം, നമുക്ക് അവരെ അറിയാം. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇതേ ലവ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവനിതെല്ലാം പിടിച്ചിട്ട് നാളെ പുറത്തുകൂടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നമാവും. 120 മാർക്ക് മതിയായിരുന്നു ഇംഗ്ലീഷിന്. 10 മാർക്ക് അധികം കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം. നീ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് മാറി. സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കേട്ടിരിക്കാൻ നല്ല രസമാണ്. സാറ് ഹൈവേമാനെ പറ്റി പഠിപ്പിച്ചില്ലേ? ലുക്ക് ഫോർ മീ ബൈ മൂൺലൈറ്റ്, വാച്ച് ഫോർ മീ ബൈ മൂൺലൈറ്റ്, ഐ വിൽ കം ടു ദീ ബൈ മൂൺലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ആ സ്റ്റോറി ഓർമ്മയുണ്ടോ? പക്ഷേ ഹൈവേമാനിൽ നിങ്ങൾ പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോണി വാക്കറിലെ ജയരാജേട്ടനകത്ത് വിഷ്വലൈസ് രീതിയാണ്. മമ്മൂട്ടി സാർ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്ന ഇങ്ങനെ ഹൈവേമാൻ നിലാവത്ത് വരുന്ന റൈഡിങ് ആൻഡ് റൈഡിങ്. സെൻഡ് ഓഫ് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഈ കത്ത് വായിച്ച് എനിക്ക് ഭയങ്കര പെയിൻ തോന്നി. അത് ആരായിരിക്കും? ഒരു പക്ഷേ ആ കുട്ടി പ്രതീക്ഷിച്ച ദിവസം ഞാൻ അങ്ങനെ ഈ കറുത്ത ജീൻസും ആഷ് കളർ ഷർട്ടും ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടി പ്രതീക്ഷിച്ചിരുന്ന ദിവസം നീ അറിയുന്നില്ല. അറിയാതെ തന്നെ തലേ ദിവസം തേച്ച കൂട്ടത്തിൽ മറ്റേ കരിപ്പെട്ടിയിൽ തീ കൂടി പോയിട്ട് ആ പാൻറ് കരിഞ്ഞു പോയി. അന്ന് നീ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതാണ് സംഭവം. അതുകൊണ്ട് ആ കുട്ടി നിന്റെ പ്രണയം അറിഞ്ഞില്ല. നിന്റെ പ്രണയം നിനക്ക് ആരോടും പറയാനും പറ്റിയില്ല. നീ ഇപ്പൊ നല്ല മാന്യനായിട്ട് ജെന്റിൽമാനായിട്ട് ജീവിക്കുന്നു. നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അണ്ണാ, അവന്മാരവിടെ പരിപാടി തുടങ്ങി. അതെ, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയണം. അതോ ആദ്യം ഇതൊന്ന് വെക്കി. തേന്മാൻ കുമ്പത്തില് പപ്പ സാറ് പറഞ്ഞ കായ്പോയില്ലേ, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ ആരാണെന്ന് തന്നോട്. ഇത് മറ്റുള്ളവരെ അറിയിക്കണ്ടേ? നിങ്ങളാണ് സുപ്രസിദ്ധ DOP ഉണ്ണി മടവൂർ. PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന സിനിമയുടെ DOP ഉണ്ണി മടവൂർ. ആ DOP ഉണ്ണി മടവൂർ എങ്ങനെയാണ് റാഫി മദരയുടെ സിനിമയിൽ DOP ആയിട്ട് വന്നതെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ എല്ലാവരും. അത് സിമ്പിൾ അല്ലേ? കാരണം വെച്ചാൽ ഞാനും റാഫി മദരയും ഒരേ കോളേജിൽ ഒരേ സമയത്ത് പഠിച്ചു. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം പഠിച്ചത് സയൻസും ഞാൻ പഠിച്ചത് ആർട്സുമാണ്. പക്ഷെ ഇപ്പം നമ്മളെല്ലാവരും പഠിക്കുന്ന സിനിമയ്ക്കാണ്. അതെ, അന്നും ഇന്നും ഞാനും നമ്മുടെ റാഫി മദരയും ചേരുന്നത് വെച്ചാൽ ഇന്ന് ഇദ്ദേഹം സിനിമയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അന്ന് നമ്മൾ ട്യൂഷൻ ഫീസ് തരുന്ന പൈസയും കോളേജ് തരുന്ന പൈസയും കംപ്ലീറ്റ് നമ്മളുണ്ട് സിനിമ കാണാൻ വേണ്ടി. സലിം തിയേറ്റർ, ആറ്റിങ്ങൽ വാസു തിയേറ്റർ, വർക്കല വാസു, ചിറയൻകീഴ് കദിജ. സത്യം പറയണ്ടേ, ചിറയൻകീഴ് കദിജ തിയേറ്ററിൽ വെച്ചല്ലേ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഒരേ കോളേജിൽ പഠിച്ചവരാണെങ്കിൽ പോലും നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ചിറയൻകീഴ് കദിജ തിയേറ്റർ. അല്ലല്ല, കദിജ തിയേറ്ററിന്റെ പ്രത്യേകത എന്തെന്നുള്ള നമ്മളെ കൂടെ പഠിച്ച പലർക്കും അറിയാം. കദിജ തിയേറ്ററിന്റെ പ്രത്യേകത നമ്മളെ കൂടെ പഠിച്ച പ്രീ ഡിഗ്രിക്കാർക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. സ്പെഷ്യൽ ഷോ ഉണ്ടായിരിക്കും, നൂൺ ഷോ. അത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഉണ്ണി അവിടെ പോകാറുള്ളത്. ചിറയൻകീഴ് കദീജ, ആറ്റിങ്ങൽ ഗൗരി, അതൊക്കെ നല്ല പിന്നെ നല്ല പടങ്ങൾ വരുന്നത്. അവിടുന്ന് കഴക്കൂട്ടം മഹാദേവ് വരെ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട് നമുക്ക്. അന്ന് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് സിനിമ കാണാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സിനിമ ഉണ്ടാക്കാൻ വേണ്ടി. അതും വേറെ കാര്യം വെച്ചാൽ എനിക്കിപ്പോൾ നമ്മുടെ സുഹൃത്ത് രീതിയിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്ത ഒരു ഭയങ്കര ഒരു വലിയ കാര്യമാണ്. എസ്പെഷ്യലി നമ്മളെ കൂടെ പഠിച്ച കൂട്ടുകാർ, ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ക്രീനിൽ വരും എന്ന് പ്രതീക്ഷിക്കാത്തവരെയൊക്കെ തന്നെ ഒരുപാട് കൂട്ടുകാരെ, നമ്മുടെ പ്രീ ഡിഗ്രിയിൽ നമ്മളോടൊപ്പം പഠിച്ച ഒരുപാട് കൂട്ടുകാരെ സിനിമയുടെ മുന്നിൽ കൊണ്ടുവന്നു, അതിൻ്റെ പിന്നിൽ കൊണ്ടുവന്നു. പക്ഷെ അവരാണ് നമ്മുടെ ശക്തി, നമ്മുടെ യഥാർത്ഥ ശക്തി അവരാണ്. കാരണം അവർക്ക് വേണ്ടി നമ്മളൊരു സിനിമ ചെയ്തിരിക്കുന്നു, അവർ നമ്മളോടൊപ്പം ഉണ്ട്. അതാണ് ഈ സിനിമയുടെ വിജയവും. അല്ല, ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കിയ, നമ്മൾ ഈ PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നുള്ള സിനിമയുടെ ഏതെങ്കിലും ഒരു പോസ്റ്റ് വെറുതെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒന്ന് ഇട്ട് നോക്ക്. അപ്പോഴേ നമ്മുടെ കൂട്ടുകാരെല്ലാവരും അതിൽ അഭിപ്രായം പറയുകയും അവരെല്ലാം നമ്മളോടൊപ്പം നിൽക്കുകയും സിനിമയുടെ വിജയത്തിന് വേണ്ടി മാത്രം അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഡെപ്ത് നമ്മുടെ സിനിമയിലുണ്ട്. കാരണം നമ്മുടെ സിനിമ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ആഴമാണ്. കാരണം വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരെല്ലാം വീണ്ടും തമ്മിൽ കാണുന്നു. ഒരു സുഹൃത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, ആ പ്രശ്നം വരുമ്പോൾ എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് നിൽക്കുന്നു. അതായത് പഠിക്കുന്ന കാലത്ത് പരസ്പരം അടികൂടിയിട്ടുള്ളവർ പോലും അതെല്ലാം മറന്ന് അത് അന്നത്തെ ഒരു ചാബല്യമായിട്ട് കണ്ടിട്ട് വളരെ ഫ്രീ ആയിട്ട് വളരെ സൗഹൃദത്തോടെ ഒരുമിച്ചിരിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെയും ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെയും നമ്മുടെ കൂട്ടുകാരുടെയും ഒരുമിച്ച് പഠിച്ചവരുടെയൊക്കെ ഒരു ഏറ്റവും എന്താ പറയുക ഹൃദയത്തിൽ
സൂക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു നന്മ എന്ന് പറയുന്നത്. ഇനി ഈ സിനിമ ഉണ്ടാവാനുണ്ടായ കാരണങ്ങളെ പറ്റി എന്തായിരുന്നാലും നിങ്ങൾക്ക് ആഗ്രഹം കാണും അത് കേൾക്കാം. അത് പറയാം. അത് നമുക്ക് ഒരു 5 വർഷം പിറകിലോട്ട് ഓടാം. അത് 5 വർഷം പിറകിലോട്ട് പോകുന്ന പറയുമ്പോൾ കോവിഡ്. ഈ കോവിഡ് കാലത്ത് നമ്മൾ അടച്ചിരിക്കുമ്പോൾ എനിക്ക് ഏപ്രിൽ മാസം അതായത് 2020 ഏപ്രിൽ പ്രത്യേകം വെച്ചാൽ 2020 ഏപ്രിലിൽ റമദാനും അതുപോലെ സ്ഥിരം ഏപ്രിൽ മാസത്തിൽ വരുന്ന സംഭവമാണ് ഈസ്റ്ററും വിഷു ഒക്കെ. അപ്പോൾ റമദാൻ, ഈസ്റ്റർ, വിഷു ഇതെല്ലാം കൂടെ ഒരു സമയത്ത് ഇപ്പോൾ അടച്ചിരിക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ നമ്മൾ വൈകുന്നേരങ്ങൾ ഒരു ദിവസം, അതായത് എനിക്ക് ആ സമയത്ത് US നിന്ന് ഒരു കോൾ വരുന്നു. നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ ഒരു വിനോദ്, അറിയാം നിനക്ക് വിനോദിൻ്റെ ഇരട്ടച്ചിറ ഉണ്ടായിരുന്നു. അറിയാം. വിനോദിൻ്റെ കോളാണ്. വിനോദിൻ്റെ ആരെയിൽ നിന്ന് എൻ്റെ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിനോദ് വിളിച്ചാണ്, റാഫിയല് വിനോദ് സുരേന്ദ്രൻ. അപ്പോൾ അവരാണ് എന്നോട് പറയുന്നത് പോലെയാണ് നമ്മൾ പ്രീ ഡിഗ്രിക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അതിലിങ്ങനെ ഉണ്ണി മടവൂരുണ്ടെന്നും ഉണ്ണി മടവൂർ ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്, വീഡിയോഗ്രാഫറാണ്. അന്ന് എന്നെ കുറിച്ച് അപവാദങ്ങളുണ്ടല്ലോ. അല്ല, അന്നേ അവൻ ഞാൻ അപവാദം പറഞ്ഞു. പക്ഷെ ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ആളുകൾ അസൂയക്കാർ പലതും പറയില്ല, അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, അപ്പോൾ ഉണ്ണിയെ പറ്റിയുള്ളൊരു പിക്ചർ കിട്ടി. പക്ഷേ എനിക്ക് ഉണ്ണിയെ കവിതാ തിയേറ്ററിൽ പോയൊക്കെ നമ്മൾ പിന്നീടല്ലേ ഓർത്തെടുക്കുന്നത്. അന്ന് എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. പിന്നെ അതിനുശേഷം ആണ് നീ ഉണ്ണി അന്ന് കുറിപ്പ് എഴുതുമായിരുന്നല്ലോ. അതെ, കാരണം വെച്ചാൽ അന്നത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഈ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ നമ്മുടെ ഒരു മെമ്മറി റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം എനിക്കൊന്ന് ഏപ്രിൽ 1-ാം തീയതി ഞാൻ വെറുതെ എൻ്റെ പ്രണയം ഒരു കത്ത്, ഒരു പ്രണയലേഖനം, ഒരു സാൻഡ്വിച്ച് പോലൊരു സാധനം. ആ തുടക്കത്തിലും പ്രണയം, അവസാനം പ്രണയം, ഇൻ ബിറ്റ്വീൻ ഫിലോസഫി വെച്ചൊരു സാധനം എഴുതി. അപ്പോൾ അത് ഗ്രൂപ്പിലിട്ടപ്പോൾ കൊള്ളാമെന്ന് പറയും നമ്മുടെ വരദ അത് വായിച്ചിട്ട് ഇടുകയും ചെയ്തു. ആ ശബ്ദം കേട്ടപ്പോൾ വീണ്ടും എഴുതുക. അങ്ങനെ തുടർച്ചയായിട്ട് ഓരോ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് വെച്ച് അപ്പോഴാണ് നമ്മൾ രണ്ടുപേരും അതേ ദിവസം ഞാനും എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് പരിചയപ്പെട്ടിരിക്കുന്ന നമ്മുടെ പഴയ കഥാപാത്രങ്ങളുടെ പഴയ കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് അവർക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കഥകൾ പോലെ എഴുതി. അതെ അതെ. അപ്പോഴാണ് ഉണ്ണി എന്നോട് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് എന്ത് റാഫി ഒരു സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അത് നീ എന്തോ ലക്ഷ്യം വെച്ച് ചെയ്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. എന്തോ ഒരു ദുരുദ്ദേശമില്ലായിരുന്ന ഇപ്പം നമ്മൾ ഈ ചെയ്ത ഈ സബ്ജക്റ്റ് പോലെ. കാരണം വെച്ചാൽ ഒന്ന് ഇപ്പം നമ്മൾ ചെയ്ത സബ്ജക്റ്റ് തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രസന്റ് കാലഘട്ടത്തിൽ ഭയങ്കര റിലവൻ്റ് ആണ്. പ്രത്യേകിച്ചും നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തറവാട് ചെല്ലുമ്പോൾ അമ്മ പറയുന്നത് വെച്ചാൽ ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം പന്നിയോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റോട് കണക്ട് ചെയ്ത് നിങ്ങൾ എഴുതിയ സാധനം വന്ന് വായിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരു സിനിമ ഉണ്ടെന്ന് തോന്നുകയും ഇന്നത്തെ കാലഘട്ടത്തിൽ പന്നി നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ ആയി. തീർച്ചയായിട്ടും കാട്ടുപന്നി ഇല്ലാത്ത ഒരു വീടുമില്ല, വീട്ടിന് മുറ്റത്തിറങ്ങാൻ നോക്കൂല. എപ്പോഴാണ് ഈ കാട്ടുപന്നി നമ്മളെ കുത്തിമലത്തിയിട്ട് പോകുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് കൂടെ കരുതിക്കൊണ്ട് തന്നെയാണ് ആ സ്ക്രിപ്റ്റിൽ നമ്മുടെ VDC കഥയ്ക്കുള്ളിൽ ഇതിനെയും കൂടെ ചേർത്തുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഞാൻ ചെയ്തത്. അതിനകത്തൊരു ഒരു മെസ്സേജ് മാത്രമല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുമ്പോൾ അതിൻ്റെ നരേറ്റീവായിട്ട് ആ ഗ്രൂപ്പിൽ എഴുതിയ സാധനം വായിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നത് ഒന്ന് ഇതൊരു കറണ്ട് അഫെയറാണ്. രണ്ടാമത്തെ കാര്യം ഇത് ഒരു കാലത്ത് പഠിച്ചിരുന്ന കൂട്ടുകാരുടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഡെപ്ത് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ലൈറ്റായ സബ്ജക്റ്റ്, ഇപ്പോൾ തന്നെ പല സിനിമകളും വളരെ ലൈറ്റായ സബ്ജക്റ്റ് വളരെ രസകരമായിട്ട് ചെയ്തിട്ട് വളരെ രസകരമായിട്ട് അത് നന്നായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്ക്, പ്രീ ഡിഗ്രി കാലഘട്ടം എന്താണെന്ന് അറിയാവുന്നവർക്ക് അയവിറക്കാൻ, ഓർമ്മകൾ പങ്കിടാൻ ഇതുപോലൊരു സാധനം വേറെ തീർച്ചയായിട്ടും. കാരണം എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞാനത് പറഞ്ഞപ്പോൾ ഞാൻ നിലമേൽ കോളേജിൽ വലിയ ഗ്രൗണ്ട്, എനിക്ക് ജഗദീഷ് സാറൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്താണ് അവിടെ പഠിപ്പിക്കാൻ പറ്റുന്നത്. ആ സമയത്ത് സാർ ജോയിൻ ചെയ്യുകയും ഈ അക്കരെ നിന്നൊരു മാരൻ ആ സിനിമയൊക്കെ ഇറങ്ങിയ സമയമാണ് തോന്നുന്നു. അതെ. അപ്പോൾ സാറ് ഇങ്ങനെ വരികയും സാറിനെയൊക്കെ ഞാൻ ആദ്യം നേരിട്ട് കാണുന്ന ഒരു സിനിമാ താരം ജഗദീഷ് സാറാണ്. അതുപോലെ അന്ന് സത്യം പറഞ്ഞ ആയിരുന്നോ മറ്റോ വരുന്ന ഒരു പെൺകുട്ടി എൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ ഇവള് വരുന്നത് ഈ പെൺകുട്ടികൾക്കെല്ലാം നമ്മളറിയാം, നമുക്ക് അവരെ അറിയാം, അവരെല്ലാം നമ്മളെ പോലെ അപ്പനും അമ്മമാരൊക്കെ ആയിട്ടുള്ളൂ. അല്ല, അത് ഇത് വരുന്നതും പോകുന്നതും കാത്തിങ്ങി അതായിരുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രീ ഡിഗ്രി കാലത്തെ ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇതേ ലവ് അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പിടിച്ചിട്ട് നാളെ പുറത്തുകൂടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നമാവും. അല്ല, ഇത് വേറെ കാര്യമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ തേർഡ് ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷേ തേർഡ് ഗ്രൂപ്പിൽ എൻ്റെ ക്ലാസ്സിനെക്കാളേറെ ഞാൻ സയൻസ് ഗ്രൂപ്പ്. കൂട്ടുകാരി ഏത് ഗ്രൂപ്പായിരുന്നു? അവള് എൻ്റെ ക്ലാസ് തന്നെയായിരുന്നു. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു ഒന്നും. അപ്പൊ വൺ ഡേ ആണ്, കുഴപ്പമില്ല. അല്ല, തൊട്ടപ്പുറത്തെ ഫോർത്ത് ഗ്രൂപ്പിൽ ജഗദീഷ് സാർ വരുമ്പോൾ ആ ക്ലാസ് കയറി ഇരിക്കുമായിരുന്നു. അതുപോലെ നിങ്ങളുടെ സയൻസ് ഗ്രൂപ്പുകളിൽ
ആ സയൻസ് ഗ്രൂപ്പുകളിലെ കുട്ടികളൊക്കെ എനിക്ക് ഇപ്പോഴും വരും. അതുകൊണ്ടാണ് തോന്നുന്നത് ഗ്രൂപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയക്കാർ സയൻസുകാരാണ്, ആർട്സുകാരെ പരിചയമൊന്നുമില്ല. പക്ഷെ പ്രീ ഡിഗ്രിയുടെ ഒരു കാലം വെച്ചാൽ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഈ കോളേജിലെ ഏറ്റവും ചെറിയ ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുന്നൊരവസ്ഥ. അതെ. ഞാൻ നിലമേ കോളേജിൽ ചെല്ലുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എനിക്ക് ഉച്ചയ്ക്ക് ശേഷമുണ്ട് എൻ്റെ അഡ്മിഷൻ. അപ്പോൾ അഡ്മിഷൻ ഞാനും അമ്മയും കൂടെ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ അവിടെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലൊരു അടി നടക്കും. അടി നടക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പാർട്ടിയുടെ നേതാവിനെ വേറെ ആൾ ഇഷ്ടിക എടുത്ത് നെഞ്ചിൽ എറിയുകയാണ്. ഇത് കണ്ടപ്പോൾ അമ്മ അവിടെ അയ്യോ എൻ്റെ മോനോട് പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വേറെ അവിടെ ചേരാണ്. അവിടെ തന്നെ ചേർന്ന് പിന്നെ രാഷ്ട്രീയവും കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയിൽ പ്രത്യേകിച്ച് എനിക്കൊന്ന് ഈ +2 ഈ 11, 12 പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഈ ഇതുപോലത്തെ രാഷ്ട്രീയമായാലും ശരി, അതുപോലത്തെ സമരങ്ങളായാലും അത് കുറച്ചുകൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ തലമുറയിൽ കിട്ടുന്നില്ല എന്നാണ്. നമ്മളൊക്കെ ആ കാര്യത്തിൽ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. ഇനി ഇതിനകത്ത് പ്രീ ഡിഗ്രി വേറെ 2 കാര്യങ്ങൾ പറയണ്ട. പക്ഷേ എൻ്റെ പ്രീ ഡിഗ്രി എക്സ്പീരിയൻസ് അല്ല, ഈ നമ്മുടെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഏത് കാര്യം പറഞ്ഞാലും ശരി ബോറടിപ്പിക്കരുത്, പെട്ടെന്ന് നിർത്തിക്കണം. ഓക്കെ അല്ലേ, പെട്ടെന്ന് നിർത്തണ്ടേ. നീ അവിടെ നിന്ന് പറയുന്നത് അവന്മാർ 2 കൂടെ വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പോട്ടാക്കാനായിട്ട് പെട്ടെന്ന് പറഞ്ഞു തീർത്തു. ഈ പ്രീ ഡിഗ്രിയുടെ റൊമാൻസിൻ്റെ ഏറ്റവും വലിയ സുഖം എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചത് മാത്രം. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് പാറൽ കോളേജ് പഠിപ്പിക്കാൻ പോയപ്പോൾ കിളിമാനൂർ വർഷത്തെ ഇങ്ങനെ പ്രീ ഡിഗ്രി, അന്ന് ഈ പ്രീ ഡിഗ്രി മാർച്ചിൽ തോറ്റ് സെപ്റ്റംബർ എഴുതുന്ന ശീലമുണ്ടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ തോറ്റു എന്നൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ പോയി മാർക്ക് ലിസ്റ്റ് വാങ്ങിച്ചില്ല. അവസാനം തോറ്റവരെ മാർക്ക് ലിസ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോൾ അത്യാവശ്യം എനിക്ക് ഒന്ന് 120 മാർക്കാണ് ഇംഗ്ലീഷ്, 130 മാർക്ക് പഠിച്ച് ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഡിഗ്രിക്ക് പിന്നെ പാരലായിട്ട് ഞാൻ കോപ്പറേറ്റീവ് കോളേജ് ഇംഗ്ലീഷ് എടുക്കി 130 മാർക്കിന് പ്രീ ഡിഗ്രിക്ക് 120 മാർക്ക് മതിയായിരുന്നു ഇംഗ്ലീഷിന്. 10 മാർക്ക് അധികം കിട്ടി. അത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം. നീ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് മാറി. അതെ, കാരണം വെച്ചാൽ എനിക്ക് കോളേജിൽ പിന്നെ എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ പാരലായിട്ട് ഇംഗ്ലീഷിൽ പോയി ചേർന്ന് പിന്നെ ലൈഫ് അങ്ങനെ ആക്കി. ഞാൻ പറഞ്ഞു വന്നത് ഇത് കഴിഞ്ഞിട്ട് ഈ PG കഴിഞ്ഞ് പാരൽ കോളേജ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കിളിമാനൂർ സ്ഥലത്ത് അവിടെ പ്രീ ഡിഗ്രി തോറ്റ കുട്ടികൾ 100 പിള്ളേരുണ്ട്. അതിനകത്ത് ഒരു സെപ്റ്റംബർ ബാച്ചിൽ കഴിഞ്ഞു, അതിനകത്ത് പെൺകുട്ടി തോറ്റു. പിറ്റേ സെപ്റ്റംബർ ബാച്ചിൽ ആ കുട്ടിയോടെ വന്നു. അപ്പോൾ അത് രണ്ടാമതും തോറ്റു. അല്ല, തോറ്റില്ല. രണ്ടാമത് ഈ എല്ലാ സാറിനെ കാണാൻ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കാനും കൊണ്ട് ഞാനത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് എഴുതിയ കഥയിലുണ്ടത് അല്ലേ? അതല്ലേ തീർച്ചയായിട്ടും എൻ്റെ പ്രണയം. അവിടുന്ന് ഈ രണ്ടാമത്തെ ഈ എല്ലാവരും പോയി കഴിഞ്ഞ് ക്ലാസ് വിട്ട് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയോട് ഇയാൾ പോകുന്നില്ലേ? അപ്പോൾ സാറ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ചിന്ത ഞാൻ കഴിഞ്ഞവിടെ നീ ജയിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ജയിക്കുമായിരുന്നു, ഇയാൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ, പിന്നെ തോറ്റു എന്താ 1 വർഷം കൊണ്ട് സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനായിരുന്നു. ഒരുപക്ഷെ കഥ നീ അന്ന് എഴുതിയപ്പോഴേ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഞാനൊരു കഥ അന്ന് എഴുതിയിരുന്നു. ഓർമ്മ ഉണ്ടാകും നിനക്ക് അതെന്താണെന്ന്? ആ സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കേട്ടിരിക്കാൻ നല്ല രസമാണ്. സാറ് ഹൈവേമാനെ പറ്റി പഠിപ്പിച്ചില്ലേ? ലുക്ക് ഫോർ മീ ബൈ മൂൺ ലൈറ്റ്, വാച്ച് ഫോർ മീ ബൈ മൂൺ ലൈറ്റ്, ഐ വിൽ കം ടു ദീ ബൈ മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, ആ സ്റ്റോറി ഓർമ്മയുണ്ടോ? പക്ഷേ ഹൈവേമാനിൽ നിങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോണി വാക്കറിൽ ജയരാജേട്ടനകത്ത് വിഷ്വലൈസ് രീതിയാണ്. മമ്മൂട്ടി സാർ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്ന ഇങ്ങനെ ഹൈവേമാൻ നിലാവത്ത് വരുന്ന റൈഡിങ് ഇപ്പോഴും ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഞാൻ എഴുതിയല്ലേ അത് കഥയിൽ, അന്ന് നീ എഴുതിയതിന് കൗണ്ടറായിട്ട് ഞാൻ ഈ കഥ എഴുതിയതാണ്. പിന്നെ ഒരു പ്രീ ഡിഗ്രി എക്സ്പീരിയൻസ് ഉണ്ട്. അത് വേറൊന്നും അത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴല്ല, ഒരു പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും ആറ്റിങ്ങിൽ ഒരു പാൽ കോളേജ് പഠിപ്പിച്ച് അവിടെ ഈ പ്രീ ഡിഗ്രി കുട്ടികളുടെ സെൻഡ് ഓഫ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, എനിക്ക് 8ാം ക്ലാസ് മുതൽ നമ്മുടെ ശ്രീജ, മടവൂരുള്ള ശ്രീജ, അപ്പോൾ ഞാനും ശ്രീജയൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ ശ്രീജ എൻ്റെ ഒരു 7-8 കത്തുകളുണ്ട്. ഞാൻ വെച്ചാൽ നീ എന്തേത് നിനക്ക് എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ നേരിട്ട് പറഞ്ഞാൽ പോരെ, തമാശ പറഞ്ഞാൽ. അതായത് പൊട്ടാ ഞാനല്ല, ഇവിടെ കിട്ടിയതാണ്. ഒരു പ്രീ ഡിഗ്രി കുട്ടി എനിക്ക് അയച്ച കത്തുകളാണ്. അതിൽ ആ ഒരു കത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സാറ് നിങ്ങൾക്ക് വല്ല ബോറടിക്കണേ ഇപ്പം നിർത്താ സംഭവം. ഇതൊക്കെ ഇത് എഡിറ്റ് ചെയ്ത് മാറണം കേട്ടോ, ഇത് കാണിച്ചതല്ലേ. അപ്പോൾ അവിടെ വേണം കേട്ടോ, എല്ലാവരും കാണട്ടോ. ഈ കത്തുകളിൽ ഒരെണ്ണം ഞാനെനിക്ക് നോക്കിയപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ. തൊട്ടടുത്ത ശനിയാഴ്ച ഞാൻ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ അത് സാറിന് എന്നോട് ഇഷ്ടമുണ്ട് എങ്കിൽ ഞാൻ സ്ഥിരം ഈ കറുത്ത ജീൻസും ഒരു ആഷ് കളർ ഷർട്ടും എനിക്ക് ഇഷ്ടമാണ്, ആ വേഷത്തിൽ വരണം. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചോളാം, പേരൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതല്ലേ തലേ ദിവസം തേച്ചപ്പോഴത്തേക്ക് കണ്ടുകൂടുപോയത് ഇസ്തിരിയിൽ.
അതല്ല, അതുകൊണ്ട് അത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നീട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സെൻഡ് ഓഫ് കഴിഞ്ഞ് ഈ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഈ കത്ത് വായിച്ച് എനിക്ക് ഭയങ്കര പെയിൻ തോന്നി. അതാരായിരിക്കും? ഒരു പക്ഷേ ആ കുട്ടി പ്രതീക്ഷിച്ച ദിവസം ഞാൻ അങ്ങനെ ഈ കറുത്ത ജീൻസും ആഷ് കളർ ഷർട്ടും ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടി പ്രതീക്ഷിച്ചിരുന്ന ദിവസം നീ അറിയുന്നില്ല. അറിയാതെ തന്നെ തലേ ദിവസം തേച്ച കൂട്ടത്തിൽ മറ്റേ കരിപ്പെട്ടിയിൽ തീ കൂടി പോയിട്ട് ആ പാൻറ് കരിഞ്ഞു പോയി. അന്ന് നീ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതാണ് സംഭവം. അതുകൊണ്ട് ആ കുട്ടി നിന്റെ പ്രണയം അറിഞ്ഞില്ല. നിന്റെ പ്രണയം നിനക്ക് ആരോടും പറയാനും പറ്റിയില്ല. നീ ഇപ്പൊ നല്ല മാന്യനായിട്ട് ജെന്റിൽമാനായിട്ട് ജീവിക്കുന്നു. നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ, തീർച്ചയായും. പക്ഷേ കാര്യമുണ്ട്, ഈ PDC അത്ര ചെറിയ ഡിഗ്രി അല്ലാന്നൊരു സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ കഥാപാത്രങ്ങളുടെയൊക്കെ മനസ്സിലൂടെ ഈ രംഗങ്ങളൊക്കെ ഒന്ന് കടന്നു പോയിട്ടുണ്ടാകും. ഞാനീ പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ എൻ്റെ മാത്രം അനുഭവമല്ല, ഇതുപോലെ പ്രീ ഡിഗ്രി കാലത്ത് പഠിച്ച ഒരുപാട് പേർക്ക് ഇങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. കാരണം ഈ നമ്മുടെ ഈ കോളേജ് കാലഘട്ടം, നമ്മൾ കോളേജ് തുടങ്ങുന്നൊരു കാലഘട്ടം, അതായിരുന്നു PDC. ഇപ്പോൾ നാടോടിക്കാറ്റിൽ ശ്രീനി സാർ പറയുന്ന ഡയലോഗുണ്ടല്ലോ, PDC മോശം ഡിഗ്രി അല്ല, ചെറിയ ഡിഗ്രി അല്ല, മോശം ഡിഗ്രി അല്ല എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ആ ഒരു അനുഭവം എന്തുകൊണ്ട് പുതിയ തലമുറ കിട്ടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ലക്കിയാണ്. PDCക്ക് കോളേജിൽ പഠിക്കാൻ ഇത് കാണുന്ന പുതിയ തലമുറയും ലക്കിയാവും ഇത് കണ്ടുകൊണ്ട് നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും. അപ്പൊ ശരി, നമുക്ക് ഒരു നമസ്കാരം പറഞ്ഞു പിരിയും. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, എല്ലാവർക്കും വളരെ ഗൃഹാതുരമായിട്ടുള്ള ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ചിത്രമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും ജൂൺ 13-ാം തീയതി നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ സിനിമ കാണണം. ഇതൊരു ചെറിയ പടമാണ്, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. വണക്കം അണ്ണേ.